നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നോർവേ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുന്നു. ഐവറി കോസ്റ്റിനെയാണ് അവർ തോൽപ്പിച്ചത്. 1-2 ഗോളുകൾക്കായിരുന്നു ആ വിജയം. ഇതോടെ ഐവറി കോസ്റ്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. കളിയിൽ തീർച്ചയായിട്ടും നോർവേക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ അത് അത്ര എളുപ്പമായിരുന്നില്ല. നോർവേ മാത്രമായിരുന്നില്ല കളിയിൽ. ഐവറി കോസ്റ്റ് നല്ല പോലെ കളിച്ചു, നന്നായി ശ്രമങ്ങൾ നടത്തി. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന നിലയിലുള്ള കളിയിൽ നോർവേയാണ് ആദ്യത്തെ ഗോളടിച്ചത്. അത് 39-ാമത്തെ മിനിറ്റിൽ, ആദ്യ പകുതിയുടെ 39-ാമത്തെ മിനിറ്റിൽ ന്യൂസയാണ് ഗോളടിച്ചത്. അതോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നോർവേ 1 ഗോളിന് മുന്നിലായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ ദീർഘനേരം ഗോളുകൾ ഒന്നും വീണില്ല. ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചും ചെറുത്തു നിന്നും പ്രതിരോധിച്ചും മുന്നോട്ട് നീങ്ങി. ഐവറി കോസ്റ്റ് ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല നോർവേക്ക്. അങ്ങനെ മുന്നോട്ട് നീങ്ങിയ കളിയിൽ 74-ാമത്തെ മിനിറ്റിൽ ഐവറി കോസ്റ്റ് സമനില പിടിച്ചു. ഐവറി കോസ്റ്റിന് വേണ്ടി ഡയാലോ ആണ് ഗോളടിച്ചത്. അതോടെ കളി ഈക്വൽ എന്ന നിലയിൽ 1-1 എന്ന സമനില നേടിയതോടുകൂടി ഐവറി കോസ്റ്റ് കുറേ കൂടി ഊർജിതമായി കളിച്ചു. പക്ഷേ 86-ാമത്തെ മിനിറ്റിൽ, 12 മിനിറ്റിന് ശേഷം 86-ാമത്തെ മിനിറ്റിൽ നോർവേയുടെ സൂപ്പർ താരം, ഇന്ന് ലോക ഫുട്ബോളിലെ ക്ലബ് ഫുട്ബോളിലെ ഒക്കെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ എർലിംഗ് ഹാലൻഡ് നോർവേക്ക് ഗോളടിച്ച് നോർവേയെ, സ്വന്തം ടീമിനെ അദ്ദേഹം പ്രീ ക്വാർട്ടറിലേക്ക് എത്തിച്ചു. 86-ാമത്തെ മിനിറ്റിലെ ആ ഗോളിന് ശേഷം ഐവറി കോസ്റ്റ് പരമാവധി ശ്രമിച്ചെങ്കിലും, ഇഞ്ചുറി ടൈമിലും ഒക്കെ ആയിട്ട് പരമാവധി ശ്രമിച്ചെങ്കിലും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഐവറി കോസ്റ്റ് പുറത്തായി. നോർവേ പ്രീ ക്വാർട്ടറിലേക്ക് നീങ്ങി.